ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗീസ്. അപ്പോൾ നമ്മൾ അങ്ങനെ പാലക്കാട് എത്തിയിട്ടുണ്ട്. അപ്പോൾ പാലക്കാട് നിന്നുള്ള ആദ്യത്തെ വീഡിയോ ആണ്. ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോ നമ്മുടെ ഉമ്മയെ പറ്റിച്ചതും സർപ്രൈസായിട്ട് വന്നതൊക്കെ നിങ്ങൾ കണ്ടു ഇല്ലേ? എല്ലാവരും കണ്ടില്ലേ? എല്ലാവരും കണ്ടു ചോദിച്ചോക്ക്. അണ്ണാക്കുട്ടീനെ അവർ കയറിയിരിക്കുകയാണ് ഗീസ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുകയാണ്. കുറേ ആൾക്കാർ പറഞ്ഞു എന്താണ് ഉമ്മ പേടിച്ചു എന്നൊക്കെ. ഉമ്മ പേടിച്ചു അമ്മ ശരിക്കും ഇവിടെ ഇരിക്കാനുണ്ട്. പേടിച്ചിട്ടില്ല? കുറച്ചൊക്കെ പേടി ഉണ്ടായിരുന്നു, പിന്നെ പേടി മാറി. എപ്പോ ചക്കര ഉമ്മ തുറക്കി അറിഞ്ഞപ്പോ അല്ലേ പേടി മാറി. നിങ്ങൾ എന്താ കുറുവാ സംഘം വന്നൊക്കെ പറഞ്ഞല്ലോ വീഡിയോയില്. കുറുവാ സംഘം വന്നെന്ന് പറഞ്ഞു. കമന്റ് നടക്കുന്നുണ്ട് കുറുവാ സംഘം വന്നൊക്കെ. അപ്പോൾ എല്ലാം പേടിക്കണം അങ്ങനെ. ശരി. സഞ്ചി ഇതൊക്കെ ആയിട്ടില്ലേ? ഓക്കെ. ഇല്ല അതാ ഇവിടെ എന്താണ് എവിടെ വന്നത്? ഇപ്പൊ എവിടെ ഉള്ളത്? അങ്ങനെ പറഞ്ഞോണ്ടാണ്. ഇല്ല അങ്ങനെ കണ്ടോ? വാപ്പാക്കൊരു ഇരയില്ലെന്ന് പറഞ്ഞപ്പോ കണ്ടോ എന്റെ കുട്ടീന്റെ സ്റ്റൈല് മാറി. ഓക്കെ. കരയണ്ട. എന്ത് കൊട്ടക്കസാരേ? എന്നിട്ട് ആട്ടിക്കോട്. എന്റെ കുട്ടിക്ക് അതൊന്നും പറ്റില്ല. എന്റെ കുട്ടി അതിന്റെ തള്ള തന്നെ വേണം. അപ്പൊ കണ്ടില്ലേ ചക്കര അവിടെ ഇരുന്ന് വെറുതെ ഇരിക്കണ കണ്ടപ്പോ അവൾക്ക് പറ്റിയില്ല. തള്ളമ്മലൊട്ടിക്കാറുണ്ടാക്കി. ഇതേമാതിരി ഊഞ്ഞാല് വാങ്ങണം അല്ലേ? കൊട്ട. എന്നാ കൊട്ട വഞ്ചി വാങ്ങാം. കൊട്ട വാങ്ങി കഴിഞ്ഞിട്ട് രണ്ടിനും കൂടെ അയച്ചു. ഓക്കെ. അപ്പൊ കൊട്ട വഞ്ചി വാങ്ങണം. അല്ല എന്നിട്ട് എന്തൊക്കെയാ നിങ്ങളെ വിശേഷങ്ങള്? പരമസുഖം അല്ലേ? അപ്പൊ 2 മാസത്തിന് ശേഷം പിന്നെ മോളക്കണ്ട പൊലിവില് ഉമ്മായും ഉമ്മാനെക്കണ്ട പൊലിവില് മകളും അതവിടെ ഇരിക്കാണ്. അലാനന്റെ ഇത് മാറിയോ അമ്മ? മുഖച്ചായ മാറിയോ? അല്ല മാറിയോ? അത് ശരി. മഞ്ജുമായിരിക്കേ? എന്തോ ആൾക്കാര് കുറെ ആൾക്കാരുണ്ട് കൊല്ലത്തെ അമ്മാനെ പോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ല അതന്നെ അങ്ങനെ അങ്ങനെ പറയുന്നുണ്ട്. അറിയാ എനിക്കറിയില്ല. ഇല്ല കൊല്ലത്തെ മഞ്ജുമുള്ളൂ അല്ലേ? അതെ. എന്റെ കുട്ടി പകുതി വള്ളുവനാട്ടുകാരിയും പകുതി കൊല്ലംകാരിയാണ് അല്ലേ? പാപ്പാന്റെ വീട് ഉമ്മാന്റെ വീട് വള്ളുവനാട് കരിച്ച നിങ്ങളെ ഇവിടത്തൊക്കെ വള്ളുവനാടല്ലേ? ഒറ്റപ്പാലം ഇല്ലേ? നിങ്ങളേത് രാജ്യക്കാരപ്പോ? ഭാഷയില്ലല്ലേ? നിങ്ങളെ വള്ളുവനാടാണ്. കുട്ടന്റെ നാട് ഇത് കുട്ടനാട്. അതാണ് വെളിച്ചപ്പാട് ഉറയണ വള്ളുവനാട്. ഇത് തുമ്പയും തുളസിയും ആ പാട്ടല്ലേ? അതന്നെ. ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള്. അളിയനും സിനൊക്കെ ഒരു റൂമിലുണ്ട്. നമ്മുടെ അമ്മയും വാപ്പയും അവര് റൂമിലുണ്ട്. അവര് വന്ന ക്ഷീണത്തിലൊക്കെ അങ്ങനെ കിടക്കുകയാണ് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അല്ലേ? നിങ്ങളുടെ നാട്ടിലിവിടെ മഴയൊന്നും ഉമ്മ? നല്ല മനുഷ്യന്മാരാ? നല്ല മനുഷ്യന്മാരുടെ അടുത്ത് മഴയില്ല കിട്ടുന്നുണ്ട്. വെള്ളപ്പൊക്കം വരുന്ന മേടിക്കണ്ടല്ലേ? എവിടെ? അല്ല നമ്മളെ നാട്ടില് ഇന്നിപ്പോ വിളിച്ചപ്പോണ്ട് നല്ല മഴയാണ് നാട്ടില്. ഞങ്ങളവിടെ എത്തിയപ്പോ നല്ല മഴ ഉണ്ട് കേട്ടോ. മഴ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ നല്ല മഴ പെയ്യാണേ. ഈ കൊല്ലത്തോട്ടൊക്കെ ഇപ്പൊ നല്ല മഴ പെയ്യുന്നുണ്ട്. ഇങ്ങോട്ടൊക്കെ മഴയൊന്നും ഇല്ല കേട്ടോ. ഇങ്ങോട്ടൊക്കെ കണ്ടില്ല തറക്ക് ഇങ്ങനെ. ഇത് വൃശ്ചികാണ്. വൃശ്ചികം 1 അല്ലേ? വൃശ്ചിക കാറ്റുണ്ടാവും. എന്ത് പൊടിക്കോഴീനെ? ഞാൻ കേട്ടോ. എന്താ അതിനെ? ഇതിനാരതാ? കുറച്ച് റബ്ബേ നാട്ടുകാരെ കോഴി നമ്മളെ സൂപ്പാക്കും. എനിക്ക് വേണ്ട, നിങ്ങള് തിന്നാളെ. അതാ ആരുടെ? ആരാന്റെ? അത് ആളുകളെ ഇടിച്ച് സൂപ്പാക്കും. വേണ്ട. എന്തിനാ? അല്ലേ നിങ്ങളൊക്കെ വെറുതെ വിടും. ഞങ്ങൾ എന്തിനാ കൊല്ലത്തുനിന്ന് വന്നിട്ട് ഇവിടെ നീട്ടി വാങ്ങണ? എനിക്ക് അതിന്റെ വേണ്ടേ. അതിന് വേണ്ട. അതിന്റെ ആവശ്യമില്ല. കൊല്ലത്തുനിന്ന് അടിയുള്ള ഇവിടം വരെ വരണ്ട. അതന്നെ പറഞ്ഞതേ. കൊല്ലത്തുനിന്ന് അടി വാങ്ങാൻ ഇവിടം വരെ വണ്ടി കയറി വരേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങക്ക് നിങ്ങളെ നല്ല സ്പെഷ്യലി എന്താണ് കൂർക്കപ്പേരിയും വെണ്ടക്കപ്പുളിയൊക്കെ ഉണ്ട് ഉമ്മാന്റെ അല്ലേ? വെണ്ടക്കപ്പുളി ഇപ്പൊ എത്ര പൈസക്ക് തന്നുവിടും നിങ്ങള്? ഉമ്മാന്റെ വെണ്ടക്കപ്പുളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗീസ്.
അപ്പോൾ ഇവിടെ തിന്നൊക്കെ ഒരു മാറ്റില്ല ചക്കര. കൂർക്ക തന്നു ചീമക്കിഴങ്ങ്. ഏതേ നമ്മളിവിടെ കൂർക്കാന്ന് പറഞ്ഞ പഴയ നേപ്പാളി പോലീസുകളില്ലേ, വീട് കാവലിക്ക സൈക്കിള്. കുറുക്കനല്ല നരിയാ. അത് കൂർക്കാന്ന് പറഞ്ഞ നിങ്ങൾക്ക് അതേ അറിയുള്ളൂ. ഒരു എസ് കൂടി ചേർത്ത് ഇംഗ്ലീഷ് ആക്കി. അത് ഗൂർഖ. ഞങ്ങളവിടെ അതിന് ചീമക്കിഴങ്ങ് എന്ന് പറയും. പിന്നെ വേറെ നിങ്ങളതിന് ചീമക്കിഴങ്ങിന് എന്താ പറയാ? ചക്കരക്കിഴങ്ങോ? ഞങ്ങളവിടെ ചക്കരക്കിഴങ്ങ് പറഞ്ഞ എന്താ അറിയോ? മധുരക്കിഴങ്ങില്ലേ, മധുരല്ലേ ചക്കരക്കിഴങ്ങ്. ആന ചക്കരക്കിഴങ്ങ് എന്ന് പറയും. കൂർക്ക ഞങ്ങളോട് ചുവപ്പ് കളർ മധുരക്കിഴങ്ങ്, മറ്റേതിന് ചീമക്കിഴങ്ങ്. അത് നിങ്ങൾ കൂർക്കാന്നും പറയും അല്ലേ? കൂർക്കാന്നല്ലേ? അത് ചെറിയ ചെറിയ കിഴങ്ങ്. അതറിയാം. എന്നാ അത് നമ്മളവിടെ ചീമക്കിഴങ്ങ് എന്നാ പറയണേ. അങ്ങനത്തെ പക്ഷെ നമ്മളെ രാജ്യത്ത് അതിന് ചീമക്കിഴങ്ങ് എന്ന് പറഞ്ഞ കൂർക്കാന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞാല് മറ്റേ വീട്ടിന് കാവലിക്കാൻ പറ്റുന്ന ആൾക്കാരില്ലേ, നമ്പർ 20 മദ്രാസ് മില്ല് മോലാൽ പോണാരി, അങ്ങനത്തെ ആൾക്കാരെ നമ്മള് കൂർക്കാന്ന് പറയാ. അല്ല നമുക്ക് കൂർക്കുന്ന അറിയില്ല. അല്ല എന്റെ കുട്ടി കുടുങ്ങും മക്കളെ. എന്താ ഇപ്പൊ പറയാ? എന്റെ കുട്ടി ഇവിടുത്തെ ഭാഷ അറിയോ അവിടുത്തെ ഭാഷ അറിയോ? അലാന എവിടത്തെ ഭാഷ പറയും. എന്റെ കുട്ടി ഇനിയിപ്പോ അല്ലേ സ്കൂളിലൊക്കെ ചേർത്തതിന് ശേഷം ഒന്ന് ആലോചിച്ചോക്കെ ഇതേമാതിരി മെയിനാവും. എല്ലാ കുട്ടികളും ഒപ്പം പഠിക്കണം. എല്ലാ കുട്ടികളും പാന്റെ അമ്മാന്റെ വീട്ടിൽ ഓണാവധിക്കും ക്രിസ്മസ് അവധിക്കൊക്കെ പോകുമ്പോ എന്റെ കുട്ടി പോണ എവിടെ അറിയോ? ഞങ്ങളൊരു ടൂറായിട്ടാ പോണത് അറിയും അല്ലേ? പാലക്കാട്ടേക്ക് ഉമ്മാന്റെ കൂടിക്ക്. ഉമ്മാന്റെ കൂടി എവിടെ? അത് പാലക്കാട്. ഓ ടൂറായിട്ട് തന്നെ പോയി വരും. ട്രെയിനിലും കാറിനൊക്കെ അത്രയും ദൂരം യാത്ര ചെയ്ത് വരാം. ബാക്കിയുള്ള കുട്ടികൾ സ്കൂളിൽ നിന്ന് അല്ലേ രസമല്ല. ഇവിടെ നിന്ന് പോകുമ്പോ കുട്ടിനോട് ഒപ്പം പഠിക്കുന്ന തുണക്കാരികളൊക്കെ പറയും ഇവിടുത്തെ സ്പെഷ്യല് കൊണ്ടുവരാൻ. അപ്പൊ ഉമ്മ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് സ്പെഷ്യല് കൊടുത്തു വിടും. ഉമ്മ വെണ്ടക്ക കറിയും കുറുക്കപ്പേരിയും കൊടുത്തു വിടും. പറയും വാപ്പാന്റെ സ്പെഷ്യൽ ഇതാണ്ട് കൊണ്ടുപോയി കുട്ടികൾക്ക് കൊടുക്കറിയും. എന്ത് പറയും? കൊടുക്കറിയും. ഇപ്പൊ നോക്കിയൊക്കെ വലിയ കുഴപ്പമില്ല. അവൾക്ക് ഇങ്ങനെ ചക്കാരനെ എടുത്തിട്ടുണ്ട്. ആട്ടല്ലോ അവൾക്ക് അങ്ങനെ ഇരിക്കണേ. അതിന് വേണ്ടിട്ടാണ്. അതെ അത് പറ്റില്ല. പഠിച്ചത് തന്നെ. അല്ല അത് തള്ളവരം പുള്ളവരം എന്നാണ് ഉമ്മ. ഇല്ലേ അതായത് ഇവര് പറയണത് എനിക്കായിരുന്നു ആ പ്രശ്നം. കരച്ചില് എന്താ? അതെ ചെറിയ സമയത്ത് ചെറിയ കുട്ടിക്കാലത്ത് എന്തൊക്കെയോ കുറുമ്പ് കാണിച്ചിട്ട് ഉമ്മ മേശയിലോ ഊരല്ലോ ഇതിലൊക്കെ ശ്രീകൃഷ്ണനെ പോലെ ചെറുതായിട്ടൊന്ന് കെട്ടിയിടും. എന്റെ ആ ഓട്ടം കാരണം അത്രേ ഉള്ളൂ. ശരിക്കുള്ള കാര്യമാണ്. ഉമ്മ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മുന്നേ ചെറുതില്ല തറവാട്ട് വീട്ടിലായിരുന്നു. അപ്പൊ അല്ല ചക്കരക്ക് ഇങ്ങനെ കരച്ചിലുണ്ടായിരുന്നില്ല അമ്മ? ഇല്ല. പിന്നെ ആരാ റബ്ബേ? ഞാനങ്ങനെ കരച്ചിലുണ്ടായിരുന്നില്ല. എന്റെ ഓർമ്മയിലില്ല. എന്റെ ഓർമ്മയിലില്ല അറിയാം. എനിക്ക് എന്റെ 5 മാസത്തിലേത് അതൊക്കെ ഓർമ്മയുണ്ട്. ഒക്കെ എല്ലാം ഓർമ്മയുണ്ട്. പിന്നെ വെറുതെ ഇങ്ങനെ അരണസാറാക്കരുത് കേട്ടോ. അതിനുള്ള ശക്തി ഓർമ്മശക്തിയൊക്കെ ഉണ്ട്. അപ്പൊ കൂർക്കാസതെ അവിടെ ഇങ്ങനെ ഇരുന്ന് ഊഞ്ഞാലാടുകയാണ്. നാറ്റക്കിഴങ്ങോ? സ്മെല്ല് കിഴങ്ങ് അറിയും. എന്ത് നാട്ടക്കിഴങ്ങോ? അതെന്താ സാധനം? എന്തൊക്കെ പേരങ്ങള്. രണ്ടാളും കൂടി ഇങ്ങനെ ട്രോളാണെന്നൊക്കെ ഡൗട്ട് ഉണ്ട്. എന്താ സംഭവം എനിക്കറിയാം. നാട്ടക്കിഴങ്ങ് അറിയില്ല. കണ്ടറിയായിരിക്കും. നമ്മൾ വേറെ പേരുണ്ടാവും. നാട്ടക്കിഴങ്ങ് ചേമ്പോ ചേനേ? അതെന്താ സാധനം? അവിടെ നമ്മുടെ താഴത്തെ കിടത്തിലുണ്ട്. ഈ 4 കാലുമ്പോ അങ്ങനെ 4 കാലിങ്ങനെ വെക്കുക. ഇവിടെ വള്ളി ഇങ്ങനെ കഴിക്കും. എന്താ സാധനം? കുരുമുളക് അറിയില്ല കേസ്. നാട്ടക്കിഴങ്ങ് എന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. എനിക്കത് കണ്ടാ ചിലപ്പോ അറിയിക്കാരം. ഇത്ര നീളം ഉണ്ടാവും. തൊപ്പുണ്ടാവും. മനസ്സിലായി. നനകിഴങ്ങോ?
നനകിഴങ്ങിനെ എനിക്കോണ് പറയണ പോണ് കേസ് എന്തായാലും പുഴുങ്ങും. പുഴുങ്ങിയിട്ട് നമ്മളതിന്റെ തൊലി ഇങ്ങനെ കുലിക്കും. നനകിഴങ്ങ് അതാ പാൽ കളർ അവിടെ ചിരിക്കാണ്. എന്റെ പാൽ കളർ അവിടെ എന്തൊക്കെ നോക്കി ഫാൻ നോക്കി ചിരിക്കണം. അതോ ഫാൻ്റെ ആണോ ഫാൻ നോക്കി ചിരിക്കും എന്താ അറിയില്ല. സാധനം ചിലപ്പോൾ കണ്ടറിയാം. നാട്ടക്കിഴങ്ങ് ആ നാട്ടക്കിഴങ്ങ് വള്ളി പടർന്ന് കയറിയിട്ടുണ്ടാവണത് മണ്ണിനടിയിൽ. കിഴങ്ങൾ എപ്പോഴും മണ്ണിനടിയിലല്ലേ ചക്കരി. എന്താ എനിക്ക് തോന്നുന്നു മിക്കവാറും ആ സാധനമാവും. അത് തന്നെയാവും എനിക്ക് തോന്നുന്നു. ഷവർമേ പസർമേ ആ പസർമ എന്നൊക്കെ എന്തൊക്കെ ഇവര് പുതിയ ലാംഗ്വേജ് ഒക്കെ പറയാണ്. ഞങ്ങൾ 2 മാസം നാട്ടിൽ നിന്ന് വന്നപ്പോൾ അതായത് നനവുള്ള സ്ഥലത്ത് എനിക്കൊന്ന് നമ്മളെ നനകിഴങ്ങ് നനകിഴങ്ങ് എന്നാണ് സാധനത്തിന് പറയണത്. മനസ്സിലായി? അതന്നെ ആ ഇങ്ങനെ മുടി പോലെയുള്ളല്ലേ ചിലങ്കിൽ മുടി പോലെ നാര് പോലെ സാധനം. ഓക്കെ അപ്പോൾ പസർമ സവർമ എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഓക്കെ ഏതായിക്കോട്ടെ. അപ്പോൾ ആ സാധനമൊക്കെ നമ്മളവിടെയൊക്കെ ഉണ്ട്. പേര് വലുതാണെന്നേ ഉള്ളൂ. ആ അങ്ങാടിയിൽ കൊടുത്തിട്ടാണ് ഇങ്ങനത്തെ കിഴങ്ങ്. അപ്പൊ ഞാൻ ഈ നാട്ടക്കിഴങ്ങിന് എന്താ വില പോലെ അവിടെ അവിടെ എന്താ അറിയില്ല ആട്ടിയോ നാട്ടക്കിഴങ്ങിന് എന്താ നാട്ടക്കിഴങ്ങ് തൊപ്പക്കിഴങ്ങ്. ആ സാധനമൊക്കെ നാര്. ആ അപ്പൊ പല ദേശത്തെത്തുമ്പോ ഓരോ സാധനം തന്നെ മനസ്സിലായി. അതിന്റെ തോലിങ്ങനെ ഒരിച്ചിട്ട് സാധനം തിന്നും. മനസ്സിലായി. അതന്നെ നമ്മൾ പറഞ്ഞ ഉണ്ട്. പക്ഷെ ഇപ്പൊ അധികം ഇങ്ങനെ ഇവിടെ കാണാനില്ല. ആ അധികം കാണാനില്ല. അവിടെ ഒരാൾക്ക് ഉറക്കം വരുന്നുണ്ട്. ഉറക്കം വരുന്നുണ്ട്. ഏയ് ഈ സുന്ദരനെ കണ്ടിട്ടാണോ നിങ്ങള് നത്ത് എന്ന് പറയണത്? ഉമ്മ നത്തെന്നൊന്നും വിളിക്കല്ലേ. ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങൾ ഇവിടെ വന്നിട്ടുള്ള ആദ്യം ഒരു ചെറിയൊരു വ്ളോഗും കൂടി നമ്മൾ എടുത്താണ്. അപ്പോൾ അലൻമോനും പിന്നെ അലേഹ മോളൊക്കെ ഉള്ളില് ഓക്കെ. അപ്പോൾ അലേഹായോ അലൻമോനൊക്കെ ഉള്ളിൽ ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ അവരുമായിട്ടുള്ള വ്ളോഗ് നമ്മൾ അടുത്തൊരു വ്ളോഗിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക അലൻമോനെ കാണാൻ വന്നല്ലേന്ന്. അലൻമോനെ കാണാൻ വന്ന തന്നെയാണ്. അലൻമോനെ നമ്മൾ കണ്ടു, ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉറക്കാൻ വേണ്ടിയിട്ട് ഉള്ളിൽ കൊണ്ടുപോയതാണ്. അപ്പോൾ ഉമ്മായി ഉപ്പായൊക്കെ ഉറങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും ആയിട്ട് നാളെ ഫുള്ളായിട്ട് ഇരുന്നിട്ട് നമുക്ക് അലൻമോനെ പോലുള്ള കുറച്ച് വിശേഷങ്ങളും വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വരാം. അത് പറയും. പിന്നെ വേറെ എന്തൊക്കെ പറയുന്നത്. പിന്നെ പറയും ഉമ്മാനെ നിലത്തിരുത്തി ചക്കര ഊഞ്ഞാലാടി അറിയും. ഇല്ല അല്ല ഞാൻ പറയാ എന്തൊക്കെ കമന്റുകൾ വരുന്നത് അറിയാം. അതൊക്കെ വരും ഉമ്മ. അതൊക്കെ സ്റ്റാൻഡേർഡ് ആണല്ലേ. അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. അങ്ങനത്തെ രീതിയാണ് ഉമ്മ. അങ്ങനെ ചെയ്യണം. അപ്പം ഉമ്മാന്റെ ശീലിച്ചത് ഉമ്മ പഠിച്ചത് പാടുമെന്ന് പറഞ്ഞാൽ ഉമ്മ ശീലിച്ചത് അതാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നമ്മളങ്ങനെ സേഫായിട്ട് ഇവിടെ എത്തി. അപ്പോൾ കുറച്ച് ദിവസം എന്തായാലും ഇവിടെ ഉണ്ടാവും. എത്ര ദിവസം എന്നൊന്നും പറയില്ല. ചിലപ്പോൾ 2 ദിവസമാവും, ചിലപ്പോൾ 3 ദിവസമാവും. അല്ലേ ചക്കരെ? അല്ലേ അമ്മ? നമ്മളിഷ്ടാണ്. നമ്മളിഷ്ടാണ്. അപ്പോൾ ഈ പോക്കിൽ നമുക്ക് ഉമ്മാനെയും കൂടി കൊണ്ടുപോകാം. നിൽക്കാനും പറയില്ല, പോണ്ടാന്നും പറയില്ല. ഈ അടുത്ത് നമ്മൾ പോകുമ്പോൾ നിങ്ങളെ അടിയന്മാരിഷ്ടം. അടിയന്മാര് വെച്ചാൽ ആരാ? അത് പറയന്നെ അറിയൊന്നുമില്ല. അപ്പൊ ഈ പോക്കിൽ നിങ്ങളെയും കൂടി നമ്മൾ കൊണ്ടുപോകാനുള്ള പ്ലാൻ ഉണ്ട്. താഴ്ന്ന ആൾക്കാർ അടിയൻ എന്നൊക്കെ പറയണത്. മറ്റത് മേലാളന്മാരല്ലേ. അതൊന്നും ഇപ്പൊ ഇല്ല. അതൊക്കെ പണ്ടായിരുന്നു. ജന്മി മേലാളന്മാരും അടിയന്മാരൊക്കെ. അല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടോ? ആയ് ആരത്? നമ്മളിവിടത്തെ നാട്ടിലെ ചെക്കന്മാരൊക്കെ എങ്ങനെ നമ്മള് വന്നത് ഇങ്ങനെ കണ്ടിട്ടേ എന്ത് വിളിച്ചു. അതായത് ഇവിടത്തെ നമ്മളിവിടെ ഉള്ള ചെക്കന്മാരൊക്കെ ഏട്ടന്മാരും ചെക്കന്മാരൊക്കെ കണ്ടിട്ട് എന്നാ വന്നത് എപ്പോഴാ വന്ന് നിൽക്കാം. ഇന്നേ എന്ത് ആരുമില്ലേ? അല്ല ഇവിടത്തെ അതായത് ഈ നാട്ടിലുള്ള ഈ പുറത്തുള്ള ചെക്കന്മാരൊക്കെ നമ്മളെ കമ്പനിക്കാരെ പോലെ തന്നെ. അത് നമ്മൾ അങ്ങോട്ട് നിൽക്കണ പോലെ തന്നെ നമുക്ക് ഇങ്ങോട്ടത് കിട്ടുന്നുണ്ട്. അത്രേ ഉള്ളൂ. ഇറങ്ങിക്ക ഈ അവിടെ.
അല്ല അവിടുത്തെ പോലെ തന്നെ ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട്. മാതാപ്പം കണ്ടില്ലേ എങ്ങനെ പറ്റി എപ്പോഴാണ് വന്നത് എന്നാ എത്തിയതൊക്കെ ചോദിച്ചിട്ട് ആരൊക്കെ ഒന്നല്ലേ വിളിച്ചു കൊടുത്ത ചെക്കന്മാരൊക്കെ എന്താ ഇങ്ങോട്ട് ഇറങ്ങിയില്ലല്ലോ കണ്ടില്ലല്ലോ വെച്ചിട്ട് ഇന്നലെ നമ്മൾ രാത്രി വേറൊരു വഴിക്ക് പോയിക്കായിരുന്നു. അപ്പോൾ അങ്ങനെ അപ്പോൾ എവിടെ പോയാലും കൂട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന സാധനം നമുക്ക് അതേപോലെ തിരിച്ചും കിട്ടുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് എങ്ങനെ നിൽക്കണോ അതേപോലെ ഇങ്ങോട്ട് നിൽക്കും, അത്രേ ഉള്ളൂ. അതാണ് അതിൻ്റെ യുക്തി എന്ന് പറയുന്നത്. ഏതായാലും നമുക്ക് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നാളെ എല്ലാവരും പാടെ ചേർന്നിട്ട് നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ ഇനി, പ്രത്യേകിച്ചൊന്നുമില്ല. ബാക്കി നാളെ കാണാം നമുക്ക്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് വരും വരെ ബൈ 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 ബൈ. അസ്സലാമു അലൈക്കും.